അപ്പൊ മാക്ബുക്ക് നിയോ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിട്ടായിരുന്നു ഇല്ലേ? അപ്പൊ അതിൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ 8 GB ഓഫ് റാം, 18 Pro ചിപ്പ്, അലുമിനിയം ബോഡി, മാക് ഒരു 5 to 7 years സപ്പോർട്ട്, പിന്നെ 16 years ഓഫ് ബാറ്ററി ലൈഫ്, ഇതെല്ലാം പറയുന്നുണ്ട് അല്ലേ? പ്രൈസ് വരുമ്പോൾ 500. നല്ലൊരു ഡീലായിട്ട് തോന്നുന്നില്ലേ? ഇല്ലേ? പക്ഷെ അല്ല, ആരും ഇത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി വാങ്ങാൻ വരട്ടെ, ഈ വീഡിയോ കാണാം. ഓക്കെ, മാക്ബുക്ക് നിയോ പറഞ്ഞ പോലെ നല്ല ഡീലായിട്ട് തോന്നില്ലേ? ഓക്കെ, ഇത് മോശം ലാപ്പല്ല, ഡീസൽ ലാപ്പാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം വരുന്നത് ഇന്ത്യയിലാണ്. ലൈക്ക് അമേരിക്ക, UK അങ്ങനത്തെ കൺട്രീസിൽ 599. 599 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി അറൌണ്ട് 60,000 വരും. ഓക്കെ, ആ ടൈം ഇതിൽ ഒരു സ്റ്റുഡൻസിനും വളരെ ബേസിക് ആയിട്ട് ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ലാപ്പാണ്, അവർക്കത് കൊള്ളാം. പക്ഷെ ഇന്ത്യ വരുമ്പോൾ കഥ എങ്ങനെയല്ല, അവിടെയാണ് അതിന്റെ കാച്ച്. ഇന്ത്യ വരുമ്പോൾ അതിന്റെ പ്രൈസ് 60 അല്ല, അറൌണ്ട് 70,000 ആണ്. അതായത് 8 GB 256 GB വേരിയന്റിന് 70,000. ഈ 8 GB 256 GB വേരിയന്റിൽ തന്നെ ടച്ച് ID ഒന്നുമില്ല. അത് കിട്ടണമെങ്കിൽ 512 GB എടുക്കണം. ആൻഡ് ഓൾസോ ഇതിന് SSD ഒന്നും എക്സ്ട്രാ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. 256 GB അല്ലെ 512 GB. ഇതിന്റെ മേലെ സ്റ്റോറേജ് എന്താ വെച്ചാൽ അതിന്റെ ഓപ്ഷൻസും ഇല്ല. നമുക്ക് ഇനി എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ പറ്റില്ല. പിന്നെ ഇതിന്റെ കോംപ്രമൈസസ് പറഞ്ഞാലോ? ഓക്കെ, കോംപ്രമൈസസ് പറയുമ്പോൾ പറഞ്ഞ പോലെ ടച്ച് ID ഇല്ല, ബാറ്റിക് കീബോർഡ് ഇല്ല, പിന്നെ 8 GB ഓഫ് റാം ഉള്ളൂ. അത് ഒരു ഹെവി ടാസ്കിങ് ഈ ലാപ്പ് വാങ്ങാൻ ചിന്തിക്കില്ല, ബട്ട് സ്റ്റിൽ 8 GB റാം ഉള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ 18 Pro ചിപ്പാണ്. 18 Pro എന്ന് പറയുമ്പോൾ 16 Pro ഉള്ള ചിപ്പാണ്. അതൊക്കെ മോശം ചിപ്പൊന്നുമില്ല, അത്യാവശ്യം നല്ല പവർഫുൾ ചിപ്പ് തന്നെയാണ്. ബട്ട് സ്റ്റിൽ അതൊരു മാക് എങ്ങനെ സപ്പോർട്ട് ചെയ്യും, എങ്ങനെയായിരിക്കും ലോങ് ടേം ലൈഫ് എന്നുള്ളത് നമുക്കൊരു എവിഡൻസ് ഇല്ല. സോ അത് നമ്മൾ കണ്ടെന്നെ അറിയാം. പ്രൊവൈഡഡ് 8 GB ഓഫ് റാം ഇതിൻ്റെ അകത്തുള്ളൂ, അതും ഒരു പ്രശ്നമാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ പറഞ്ഞില്ലേ, അലുമിനിയം ബോഡിയാണ്, നല്ല പ്രീമിയം ബിൽഡാണ്, അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ബാറ്ററി ലൈഫ് ആ പ്രൈസ് റേഞ്ചിൽ ഒരു ലാപ്പും ഈ ഒരു ബാറ്ററി ലൈഫ് വരുന്നുണ്ടോ ചോദിച്ചാൽ തോന്നുന്നില്ല. ബട്ട് അമേസിംഗ് ബാറ്ററി ലൈഫ് ആണ്. ഓൾറെഡി അറിയാലോ, മാക്ബുക്കിൽ നല്ല ബാറ്ററി ലൈഫ് കിട്ടും, ഇതിലും അതുപോലെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിൽ ടച്ച് ID പറഞ്ഞ പോലെ ഇല്ല, അങ്ങനെ കുറച്ച് കോംപ്രമൈസസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം വരുന്ന എവിടെയാണെന്ന് പറഞ്ഞാലോ, മാക്ബുക്ക് M1 M2 ഒക്കെ ഇപ്പോഴും ഇന്ത്യയിൽ, അതായത് പുതിയ പീസസ് കിട്ടും. ഈ M2 എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി 8ന് മാക്ബുക്ക് നിയോന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി ലാപ്പാണ്. അത് അറൌണ്ട് സെയിം പ്രൈസിന് 16 GB 256 GB വേരിയന്റ് കിട്ടും. അത് ഈ ടച്ച് ID, ബാക്ക്ലിറ്റ് കീബോർഡ്, ഹാപ്റ്റിക് ടച്ചുള്ള മൗസ്, ഇതെല്ലാം കിട്ടും. ഇതൊന്നും മാക്ബുക്ക് നിയോയിലില്ല. മാക്ബുക്ക് നിയോയിൽ M2നെക്കാട്ടി ഉള്ളത് എന്താ വെച്ചാൽ കളർഫുൾ കളേഴ്സ്, അതായത് പിങ്ക്, സിട്രസ് ഗ്രീൻ, സിട്രസ് യെല്ലോ, അതുപോലത്തെ. ഓക്കെ, അപ്പോ ഈ M2 മാക്ബുക്ക് നിയോ കമ്പയർ ചെയ്യുന്ന സമയത്ത് M2ലും ആപ്പിൾ ഇന്റൽ സപ്പോർട്ട് ഉണ്ട്, 16 GB റാം ഉണ്ട്, അത്യാവശ്യം നല്ല ക്യാപ്പബിൾ ചിപ്പാണ് M2 ഇപ്പയും. ഇനിയും വർഷങ്ങൾ, അത് 4-5 വർഷം ഇനിയും സപ്പോർട്ട് കിട്ടും. ഏത് സെക്യൂരിറ്റി അപ്ഡേറ്റ് അല്ലാണ്ട് മാക്OS അപ്ഡേറ്റ്സ് തന്നെ അതിൽ കിട്ടും. അതിനുശേഷവും ആപ്പിൾ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് തരും. ചിലപ്പോൾ ഇതിൽ കൂടുതലും സപ്പോർട്ട് കിട്ടാം, ബിക്കോസ് M1 ചിപ്പിന് ഇതൊരു അപ്ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. നമുക്ക് ആപ്പിൾ ഒന്നും പ്രോമിസ് ചെയ്യാറില്ലല്ലോ എത്ര അപ്ഡേറ്റ് കിട്ടും. പക്ഷെ ചിലപ്പോൾ ഒരു 10 years സപ്പോർട്ട് കിട്ടിക്കൂടായേ ഇല്ല M2. ഓക്കെ ഓക്കെ, പിന്നെ ഇതിൽ സ്പീക്കേഴ്സ് വരുമ്പോൾ 2 സ്പീക്കേഴ്സ് വരുന്നത് മാക്ബുക്കിൽ. അത്യാവശ്യം നല്ല സ്പീക്കേഴ്സ് ആണ്, നല്ല ലൗഡാണ് കേട്ടതനുസരിച്ച്. പക്ഷേ M4 വരുമ്പോൾ 4 സ്പീക്കേഴ്സ് ഉണ്ട്. സോ ഓബിയസ്ലി അവിടെ M2. സോ നിങ്ങൾക്ക് ബേസിക് യൂസർ ആണെങ്കിലും ഹെവി യൂസർ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും സെയിം പ്രൈസിന് നിങ്ങൾക്ക് കുറച്ചുകൂടി വാല്യൂ ഫോർ മണി ആയിട്ട് പോകുന്നത് M2 തന്നെയല്ലേ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളുടെ മാക്ബുക്ക് നിയോയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. രണ്ടിലും ആപ്പിൾ ഇന്റലിജൻസ് സപ്പോർട്ട് ഉണ്ട്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും കിട്ടും. സോ നമ്മൾ M2 എടുത്തോണ്ട് ഒന്നും മിസ്സായി പോകുന്നില്ല.
കുറച്ച് പഴയെന്ന് പറയുമ്പോൾ കുറച്ച് 3-4 വർഷം പഴക്കമുണ്ടെന്നുള്ളു. ബട്ട് സ്റ്റിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായി നടന്നുകൊണ്ട് അത്യാവശ്യം പവർ ബീസ്റ്റ് ആണ് M2 എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, അതുപോലെ ഇതിലും മാക്ബുക്കിനെക്കാട്ടിലും കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യൻ യൂസേഴ്സിന് മാക്ബുക്കിനെ ഒരിക്കലും ഒരു വേർതിരിയിലല്ല. ഓക്കെ, ഇനിയിപ്പോ അതൊരു ഡിസ്കൗണ്ട്സിൽ ഒരു 50 ബിലോ ഒക്കെ പോവാണെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ബേസിക് യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ലാപ്പാണ് അത്. അല്ലാത്ത പക്ഷം നോ, you can just opt for a MacBook M2 and still be happy. Okay, so yeah, ഇതാണ് എന്റെ ഡേറ്റ്. And I think most people will agree with me on this. If you have any other opinions, comment ബോക്സിൽ ഷെയർ ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, and also വീഡിയോ ഇൻസൈറ്റ്ഫുൾ ആയിട്ടും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് നമ്മൾ കുറച്ചായിട്ട് തുടങ്ങിയിട്ട്, സോ we need your support. And yeah, thanks for watching.